ഓക്കെ, നമ്മൾ ഈ വർഷത്തെ +2 അക്കൗണ്ടൻസിയുടെ ആൻസർ കീ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഓൾ അഡ്ജസ്റ്റ്മെന്റ് റിലേറ്റിംഗ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽസ് ആർ ഷോൺ ഇൻ ഡേഷ് അക്കൗണ്ട്. അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം രണ്ട് അക്കൗണ്ട് ഉണ്ട്. അതിലൊന്ന് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്, മറ്റൊന്ന് കറണ്ട് അക്കൗണ്ട് ആണ് അല്ലെ. ഓക്കെ, ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഓൾ അഡ്ജസ്റ്റ്മെന്റ്സ് റിലേറ്റിംഗ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആർ ഷോൺ ഇൻ ഓപ്ഷൻസ് ഉള്ളത് കറണ്ട് അക്കൗണ്ട് ഉണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്, അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ല, അപ്രോപ്രിയേഷൻ അല്ല, ഇനി സംശയമുള്ളത് കറണ്ട് അക്കൗണ്ട് ആണോ അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ആണോ എന്നുള്ളതാണ്. അപ്പൊ നോ ഡൗട്ട് ആൻസർ കറണ്ട് അക്കൗണ്ട് ആണ്. കാരണം ക്യാപിറ്റൽ അക്കൗണ്ടിനകത്ത് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നുമല്ല കാണിക്കുന്നത്, നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റലും അഡീഷണൽ ക്യാപിറ്റലും പെർമനന്റ് ഡ്രോയിങ്സ് മാത്രമാണ് ക്യാപിറ്റൽ അക്കൗണ്ട് കാണിക്കുന്നത്. സോ ഹിയർ ആൻസർ ഈസ് കറണ്ട് അക്കൗണ്ട്. ദെൻ നെക്സ്റ്റ്, Anu, Binu, Sinu are partners sharing profit in the ratio 1/2, 2/5 and 1/10. ഇതില് സിനു എന്ത് ചെയ്യാണ്, റിട്ടയർ ചെയ്യാണ്. ദ ന്യൂ റേഷ്യോ ബിറ്റ്വീൻ അനു ആൻഡ് ബിനു. ന്യൂ റേഷ്യോനെ കുറിച്ച് വേറെ ഒരു ഹിന്റും തരുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, പോകുന്ന ആളുടെ സ്ട്രൈക്ക് ചെയ്താൽ മതി. ഓക്കെ, ജസ്റ്റ് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിമൈനിങ് ആയിരിക്കും എന്ത് ന്യൂ റേഷ്യോ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിന്റെ ബേസ് ഡിഫറെന്റ് ആണ് അല്ലെ. ഇത് 1/10 ആണ്, ഇത് 2/5 ആണ്, ഇത് 1/2 ആണ്. അപ്പൊ എല്ലാത്തിനെയും നമുക്ക് എന്ത് ചെയ്യണം, എല്ലാത്തിനെയും നമുക്ക് ഒരേ ഒരു ബേസിലേക്ക് നമുക്ക് എത്തിക്കേണ്ടതുണ്ട്. അപ്പൊ അതിനെന്തായിരിക്കും ചെയ്യേണ്ടി വരിക, നിങ്ങൾ നോക്കിയാൽ. അപ്പൊ ഇത് 1/10 ആണ്. അപ്പം ഇവരുടെ ഷെയർ ബൈ 10 എത്തണമെങ്കിൽ ഇതിന് എത്ര കൊണ്ട് ഗുണിക്കണം, ഇവിടെ 5 ആണുള്ളത്, 2 കൊണ്ട് ഗുണിക്കും അല്ലെ. സോ 4/10 ആക്കി മാറ്റാം. ഇതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ 4/10 ആക്കി മാറ്റാം. അപ്പം ഈ 2 10 ആവണമെങ്കിലോ, ഈ 5നെ നമ്മൾ 2 കൊണ്ട് ഗുണിച്ച് 10 ആക്കി. അപ്പൊ ഈ 2നെ 10 ആക്കണമെങ്കിൽ എത്ര കൊണ്ട് ഗുണിക്കണം, 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 5 × 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5/5/10 ആണ്. അപ്പം മൂന്നാളുടെ നമുക്ക് മാറ്റി എഴുതാം. 5/10ഉം 4/10ഉം അതുപോലെ 1/10ഉം ആണ് ഇവരുടെ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇയാൾ റിട്ടയർ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ റിമൈനിങ് റേഷ്യോ ഏതാണ്, 5/10ഉം 4/10ഉം ആണ്. സോ ദ ആൻസർ ഈസ് 5:4. ഓക്കെ, ഇതിലെ ന്യൂ റേഷ്യോ ഏതാണ്, 5:4 ആണ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ദി പ്രസന്റ് വാല്യൂ ഓഫ് firms anticipated excess earnings. Okay, present value of firms anticipated excess earnings. നമ്മൾ ഇതൊരു സെപ്പറേറ്റ് ഡെഫിനിഷൻ ആയിട്ട് തന്നെ പഠിച്ചതാണ് അല്ലെ. റിസർവ് എന്ന് പറയുന്നത് എന്താണ്, ബിസിനസിന്റെ പ്രോഫിറ്റിന്റെ ഒരു രൂപമാണ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഓണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നതാണ്. ലോസ് എന്ന് പറയുന്നത് നമ്മളെ ബിസിനസ്സിൽ സംഭവിച്ച നഷ്ടമാണ്. ഗുഡ്വില്ലിനെയാണ് എന്ന് പറയുന്നത് പ്രസന്റ് വാല്യൂ ഓഫ് ഫേംസ് ആന്റിസിപ്പേറ്റഡ് എക്സസ് ഏർണിംഗ്സ് എന്ന് പറയുന്നത്. ആൻസർ ഈസ് ഗുഡ്വിൽ. ഓക്കെ, then next question, റിയലൈസേഷൻ മാറിപ്പോരുത്. രണ്ട് അക്കൗണ്ട് ഉണ്ടായിരുന്നു, ഒന്ന് റീവാലുവേഷൻ ഉണ്ട് അല്ലെ, റീവാലുവേഷൻ ഉണ്ട്, അത് വേറെ. സോ റിയലൈസേഷൻ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദി ടൈം ഓഫ്. അപ്പം റീവാലുവേഷൻ അക്കൗണ്ടും റിയലൈസേഷൻ അക്കൗണ്ട് കുട്ടികളോട് മാറിപ്പോകുന്ന ഒരു കാര്യമാണ്. റീവാലുവേഷൻ എന്ന് പറയുന്നത് റീകോൺസ്റ്റിറ്റ്യൂഷൻ സമയത്ത്, അതായത് അഡ്മിഷന്റെ സമയത്തും അതുപോലെ റിട്ടയർമെന്റ് സമയത്തും ദെൻ ഡെത്തിന്റെ സമയത്തൊക്കെയാണ് നമ്മൾ റീവാലുവേഷൻ വരയ്ക്കുന്നത്. ബട്ട് റിയലൈസേഷൻ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദി ടൈം ഓഫ് not retirement, not death, not admission, but dissolution of firm. Okay, so let's move to next question. The accumulated profit and reserve at the time of dissolution of a firm are transferred to dash. അപ്പം ഓൾറെഡി ഉള്ള പ്രോഫിറ്റ്, അക്യുമുലേറ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ്, റിസർവ്, ഇതൊക്കെ ആർക്ക് അവകാശപ്പെട്ടതാണ്, ഇതൊക്കെയും പാർട്ട്നേഴ്സിന് അവകാശപ്പെട്ടതാണ്. അപ്പൊ അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കേണ്ടത് ഓപ്ഷൻ ബി, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ പബ്ലിക് എക്സാമിന് ചോദിച്ചിരിക്കുന്ന ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇതിന് മുഴുവൻ ആളുകളും സ്കോർ ചെയ്തു എന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മിസ്റ്റേക്ക് എന്താണോ അത് നിങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ വലിയ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും.